അയ്യോ ഗൈസ് വെൽക്കം വെൽക്കം. നിങ്ങളിത് മനസ്സിലാവും ആരാ ജയിക്കാൻ. ഞാൻ അധികം സംസാരിക്കാം, നിങ്ങൾ ആദ്യം ഇത് കാണും. ബാക്കിയുള്ള എല്ലാ ടീമിനും എല്ലാ രാജ്യത്തിനും 99% വിജയ സാധ്യതയുണ്ട്. എന്നാൽ അതിന് കാരണം ആ ഒരു ടീമുകൾക്ക് നയിക്കാൻ ഒരുപാട് യുവ താരങ്ങൾ അവർക്കുണ്ട്. ആ ഒരു യുവ താരങ്ങളെല്ലാം തങ്ങളുടെ ടീമിന് മനോഹരമായി തന്നെ മുന്നോട്ടേക്ക് നയിക്കും. ഓരോ ടീമുകൾക്കും അവരെ നയിക്കാൻ ഒരുപാട് യുവ നായകന്മാരുണ്ട്. എന്നാൽ ഒരു രാജ്യമുണ്ട്, അവർക്ക് ആ ഒരു കിരീടത്തിൽ മുത്തമിടാനുള്ള സാധ്യത 1% മാത്രമേ ബാക്കിയുള്ളൂ. കാരണം ആ ഒരു ടീമിനെ നയിക്കാൻ ഒരു യുവ താരം പോലും ഇല്ല. വെറും ഒരു 40 വയസ്സുകാരൻ മാത്രം ആ 1% മാത്രം ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു. ചങ്ങായില്ലേ പോർച്ചുഗൽ 1% ഉള്ളെന്ന് പറഞ്ഞു, അതിന് മാത്രം പ്രവേശിക്കുന്നു. ഈ ചങ്ങായിന്റെ ഇത് നോക്കുകയാണെങ്കിൽ ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് വീഡിയോ. ഏറ്റവും ലേറ്റസ്റ്റ് വീഡിയോ ഇതാ. ചെന്നൈ പറയുന്ന അത്ര കാലമൊന്നുമില്ല. അപ്പൊ ഈ വേൾഡ് കപ്പ് തുടങ്ങുന്നതിന് മുന്നിട്ട് വീഡിയോ വെച്ചോളൂ. ഓക്കെ അമ്മ താത്തി പറയാം, ഇല്ല പോർച്ചുഗൽ താത്തി പറയാം. ഓക്കെ അത് പറയുന്നേക്ക്. അപ്പൊ ഓന് അത്ര കാലമല്ല, പിന്നെ ഓന് വീഡിയോ ഇട്ടില്ല. അതായത് അപ്പൊ മനസ്സിലായി ഇനി ഇത്രയും താത്തി പറഞ്ഞിട്ട് ഇനി പോർച്ചുഗലെ ജയിക്കണം. അതിനുള്ള കുറെ തെളിവുകള് കണ്ടിട്ടുണ്ടാവും. ഞാൻ കണ്ടിട്ട് എന്താ വെച്ചാല് ഒരു ഇതുണ്ട്, ക്രൊയേഷ്യനെ ഫ്രാൻസ് ഒരു വട്ടം തോൽപ്പിച്ച് ഫ്രാൻസ് കപ്പെടുത്ത്, അർജന്റീന തോൽപ്പിച്ച് അർജന്റീന കപ്പെടുത്ത്, പോർച്ചുഗൽ തോൽപ്പിച്ച് പോർച്ചുഗൽ ചിലപ്പോൾ കപ്പെടുക്കും. അതേപോലെ തന്നെ ഈ കഴിഞ്ഞ വർഷം ഫ്രാൻസും അർജന്റീനയും കഴിഞ്ഞ 2018 വേൾഡ് കപ്പിന് ഫ്രാൻസും പിന്നെ ആരോ ആണ് ഫൈനലിൽ വന്ന്. പിന്നെ 2022 വേൾഡ് കപ്പിന് ഫ്രാൻസും അർജന്റീനയും ഫൈനലിൽ കളിച്ചു. ഈ ഫോട്ടോയിലാട്ടോ വേൾഡ് കപ്പ് ഇൻട്രോ ഉണ്ടാവില്ല, ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൽ 2 ഫ്ലാഗ് കാണാം, അതാണ് ഫൈനലിൽ വരല്. ഈ 2026 ഡു ഇറ്റ് അഗൈൻ 2026 പോർച്ചുഗലും ഫ്രാൻസും ആണ് ലാസ്റ്റ് ആയിട്ട് വന്നത്. അപ്പൊ നിങ്ങള് കണ്ടിക്കേ, അതിപ്പോ വൈറലായി കണ്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടെങ്കിൽ എനിക്കറിയില്ല. അപ്പൊ നിങ്ങൾ ട്രോളാക്കാൻ നോക്കട്ടെ. ഞാൻ പറയുന്നേക്ക് ഓന് പിന്നെ ഒരു അക്ഷരം ഇല്ല. പക്ഷെ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ ബൈ.